രൂപയുടെ മൂല്യം ഡോളറിനെതിരെ വീണ്ടും ഉയർന്നിരിക്കുകയാണ്. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ 16 പൈസയുടെ നേട്ടത്തിൽ 87-ൽ താഴെ എത്തിയിരിക്കുകയാണ് രൂപ ഇപ്പോൾ. 86.90 എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം പ്രധാനമായും ഉയർന്നിരിക്കുന്നത്. ഓഹരി വിപണിയിലെ മുന്നേറ്റം അടക്കമുള്ള ഘടകങ്ങളാണ് രൂപയ്ക്ക് യഥാർത്ഥത്തിൽ വലിയ തുണയായതെന്നും പറയാം. മാത്രമല്ല 19 പൈസയുടെ നേട്ടത്തോടെയായിരുന്നു രൂപയുടെ വിനിമയം കൂടുതലും അവസാനിച്ചത്. 87 എന്ന നിലയിലേക്കാണ് രൂപയുടെ മൂല്യം പ്രധാനമായിട്ടും ഉയർന്നിരിക്കുന്നത്. തുടർന്ന് വീണ്ടും രൂപയുടെ മൂല്യം ഉയരുകയായിരുന്നു. ഈ സാഹചര്യത്തിനിടയിൽ ശക്തമായ മുന്നേറ്റം കാഴ്ചവെച്ച ഓഹരി വിപണി നഷ്ടത്തോടെയാണ് വ്യാപാരം കൂടുതലും ആരംഭിച്ചത്. ബാങ്ക്, FMCG ഓഹരികളാണ് പ്രധാനമായി നഷ്ടം നേരിടുന്നതെന്നും പറയാൻ കഴിയും. SBI ലൈഫ് ഇൻഷുറൻസ്, ഭാരതീയ എയർടെൽ, ഗ്രാസിം എന്നീ കമ്പനികളാണ് പ്രധാനമായിട്ടും നഷ്ടം നേരിടുന്നത്. ഓഹരി വിപണിയിൽ 10 ദിവസത്തെ ഇടിവിന് ശേഷം കഴിഞ്ഞ ദിവസം ഉയർച്ച രേഖപ്പെടുത്തുകയുണ്ടായിരുന്നു. BSE സെൻസെക്സ് വ്യാപാരത്തിന്റെ തുടക്കത്തിൽ 80-ലധികമാണ് യഥാർത്ഥത്തിൽ പോയിന്റ് മുന്നേറിയിരുന്നത്. 22,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലാണ് നിഫ്റ്റി എന്നത്. കഴിഞ്ഞ ദിവസം 22,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെ വിപണി വീഴുമോ എന്ന ആശങ്ക നിക്ഷേപകരുടെ ഇടയിൽ വലിയ തോതിൽ നിലനിന്നിരുന്നു. അതേസമയം തന്നെ കുറഞ്ഞ വിലയ്ക്ക് ഓഹരി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ വാങ്ങലിന് നിക്ഷേപകർ തയ്യാറായതും ഏഷ്യൻ വിപണിയിലെ മുന്നേറ്റമാണ് കഴിഞ്ഞ ദിവസം വിപണിയുടെ കുതിപ്പിന് വഴിതെളിച്ച പ്രധാന കാരണം. മുൻ ദിവസങ്ങളിൽ വലിയ തോതിലുള്ള വിൽപ്പന സമ്മർദ്ദമാണ് ഓഹരി വിപണി കൂടുതലും നേരിടുന്നത്. അമിതമായ വിൽപ്പനയെ തുടർന്ന് ഓഹരികൾ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷയും വിപണിയിൽ കാര്യമായി പ്രതിഫലിക്കുകയും ചെയ്യുന്നുണ്ട്. IT, മെറ്റൽ, എണ്ണ, പ്രകൃതിവാതകം, ചെറുകിട ഇടത്തരം കമ്പനികൾ എന്നിവയിലാണ് കാര്യമായ മുന്നേറ്റം കൂടുതലും ദൃശ്യമായിരുന്നത്.